ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ വിശേഷതയേറിയ പഠന പരമ്പരയുടെ 54-ാമത്തെ അവതരണത്തിലാണ്. 54-ാമത്തെ അവതരണം റോമാലേഖനത്തിൽ നിന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട സ്വർഗീയ സന്ദേശങ്ങളടങ്ങുന്ന വളരെ ഉദാത്തമായ പുതിയ നിയമലേഖനം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളായിരിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ പഠനത്തിൽ നാം ആയിരിക്കുമ്പോൾ 54-ാമത്തെ അവതരണത്തിൽ നാം ചിന്തിക്കുന്നത് 3-ാം അധ്യായത്തിലെ സുപ്രധാനമായ ചിന്തകളെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങൾ. ആ 20 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നു, നീതി എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമായതാണ് നീതി. ആദ്യത്തെ 8 വാക്യങ്ങൾ വളരെ എളുപ്പമല്ല മനസ്സിലാക്കാൻ. എങ്കിലും പൗലോസ് വ്യക്തമായിട്ട് ഒരു വാദപ്രതിവാദ രൂപത്തിൽ ഒരു എതിരാളിയെ, സാങ്കല്പിക എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ട് താൻ പറയുന്ന വിഷയങ്ങളോട് എതിർക്കുന്ന എതിർപ്പുകൾ അവതരിപ്പിച്ചുകൊണ്ട് താൻ അവരോട് ഇടപെടുകയാണ്. ഒരു കോടതി മുറിയിൽ എന്ന പോലെ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഉടൻ എതിർപ്പുകളുണ്ടാകുന്നു, പ്രതിഷേധങ്ങളുണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് കണക്കിലെടുത്ത് അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. 4 പ്രതിഷേധങ്ങളാണ് പൗലോസ് ഇവിടെ അവതരിപ്പിച്ചത്. താൻ പറയുന്ന വിഷയത്തോടുള്ള 4 എതിർപ്പുകൾ. 1-ാമത്തെ എതിർപ്പ് അവർ പറയുന്നത്, സാങ്കല്പിക എതിരാളിയായിട്ട് പൗലോസ് കണ്ടുകൊണ്ട് അവർ പറയുന്നത്, പൗലോസെ, നീ ഈ പറയുന്നതിലൂടെ ദൈവത്തിൻ്റെ ഉടമ്പടിയെ നീ അവഗണിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി. 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? ഇതാണ് അവരാവശ്യപ്പെട്ടത്. ദൈവ ഉടമ്പടിയിൽ ബന്ധപ്പെട്ട ദൈവ ഉടമ്പടിയിൽ പ്രവേശിച്ച ജനസമൂഹമാണ് യഹൂദന്മാർ. അത് നീ മറന്നുകൊണ്ട് സംസാരിക്കുന്നു. യഹൂദജനത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പൗലോസെ നീ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടിയെ നീ മറക്കുന്നു. ദൈവ ഉടമ്പടിയിൽ പ്രവേശിച്ച ജനസമൂഹമാണിത്. അവരെ നീ അടച്ചധിക്ഷേപിക്കുവാൻ, അവർ ദൈവത്തിൻ്റെ ശിക്ഷയുടെ കീഴിലാണെന്ന് പറയുവാൻ നീ ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ ഉടമ്പടി ജനമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം, എന്ത് വിശേഷത യഹൂദന് എന്ന ചോദ്യം ഉയർത്തി. അതിന് മറുപടി പൗലോസ് 2-ാം വാക്യത്തിൽ പറഞ്ഞു, സകല വിധത്തിലും വളരെ പ്രയോജനവും വിശേഷതകളുമുണ്ട്. അവിടെ പക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടു. ദൈവത്തെക്കുറിച്ചുള്ള സ്വർഗീയ സത്യങ്ങൾ പരിമേൽപ്പിക്കപ്പെട്ട സമൂഹമായിരുന്നു അവർ. പക്ഷേ ആ അരുളപ്പാടുകൾ, ആ വെളിച്ചം അവർ ഊതിക്കെടുത്തി. ആ വെളിച്ചമുള്ള ജീവിതത്തിൽ പ്രയോജനകരമായി അവർ ഉപയോഗിച്ചില്ല. വിശേഷതയുള്ള, പ്രയോജനമുള്ള, അനുഗ്രഹമുള്ള ജനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, പ്രയോജനങ്ങൾ അത് ഉപയോഗിക്കുവാൻ കഴിയണം. ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കണം. ദൈവം വെച്ച സ്ഥാനത്ത് വിശ്വസ്തനായി നിൽക്കണം. ദൈവം എന്ത് ഉദ്ദേശത്തിനാണോ നീയുമായൊരു ഉടമ്പടി പ്രവേശിച്ചത്, ആ ഉടമ്പടി നീ അനുസരിച്ച് ജീവിക്കണം. 2-ാമത്തെ പ്രതിഷേധം കാണാം നമുക്ക് 3-4 വാക്യങ്ങളിൽ. അവിടെ പൗലോസിനെതിരെ ഉന്നയിക്കപ്പെട്ടത്, നീ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. 3-ാമത്തെ വാക്യത്തിൽ അവരുടെ പ്രതിഷേധം കേൾക്കാം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. 51-ാം സങ്കീർത്തനം 116 സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പൗലോസ് നീ ചോദ്യം ചെയ്യുകയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം വാക്ക് പാലിക്കും. അതിന് പൗലോസ് വ്യക്തമായി 4-ാം വാക്യത്തിൽ മറുപടി പറഞ്ഞു, നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാൻ എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും പോഷ്ക്ക് പറയുന്നവർ എന്നേ വരും. ദൈവം സത്യവാനാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവം എന്നും അനുഗ്രഹിക്കും. പക്ഷേ സകല മനുഷ്യരും കള്ളം പറയുന്നവരാണ്. സകല മനുഷ്യരും പോഷ്ക്ക് പറയുന്നവർ എന്നേ വരും. അതാണ് അവസ്ഥ. ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും വരില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മുമ്പിൽ നീതിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ജീവിക്കണം. അത് ചെയ്യാതെ ദൈവത്തിൻ്റെ വിശ്വസ്തയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചാലും ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ അവസാനം രക്ഷിക്കുമെന്ന് പറയരുത്. ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല. നമ്മുടെ എന്ത് അവസ്ഥകൾ അനുസരിച്ചല്ല ദൈവത്തിൻ്റെ സ്വഭാവം നിലനിൽക്കുന്നത്. നമ്മൾ എങ്ങനെ തരം താഴ്ന്നാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അതിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. പോലീസ് വ്യക്തമായി വിശദമായി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. 3-ാമത്തെ പ്രതിഷേധം 5-6 വാക്യങ്ങളിലാണ്. എന്താണ് പ്രതിഷേധം? 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നമ്മുടെ അനീതി, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തി ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു.
ഇപ്പം നമ്മൾ അശുദ്ധി ജീവിച്ചു, അനീതി കാണിച്ചു, ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചില്ല. പക്ഷെ ഇതെല്ലാം നിമിത്തം ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുകയല്ലേ ചെയ്തത്. ദൈവത്തെ ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാനൊരു അവസരം കൊടുക്കുകയല്ലേ ചെയ്തത്. ഒരു വിധത്തിൽ ഞാൻ ദൈവത്തെ സഹായിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ദൈവത്തിന് എങ്ങനെ എന്നെ ശിക്ഷിക്കാൻ കഴിയും? അതിന് പൗലോസ് വളരെ മനോഹരമായിട്ടുള്ള ഉത്തരം തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? പുറജാതികൾ, അവർ ഒരു അറിവുമില്ല, അശുദ്ധി ജീവിക്കുന്നവർ. അപ്പോൾ അവർ ശരിക്കും ദൈവത്തെ അവരല്ലേ കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ ദൈവത്തിന് വിധിക്കാൻ പറ്റും? യഹൂദന്മാരെയും എങ്ങനെ ദൈവത്തിന് വിധിക്കാൻ പറ്റും? അവർ ദൈവത്തെ സഹായിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരെയായിരുന്നു ഇവരുടെ ആരോപണങ്ങളെല്ലാം. അത് വിശദമായിട്ട് എൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടു. 4-ാമത്തെ പ്രതിഷേധം, അത് 7-8 വാക്യങ്ങളിലാണ്. അവിടെ പൗലോസിനോട് അവർ പറയുന്നത്, നീ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. 3-ാമത്തെ പ്രതിഷേധം എന്തായിരുന്നു? 3-ാമത്തെ പ്രതിഷേധം അവർ ഉന്നയിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നീതിയെ നീ വില കുറച്ച് കാണുന്നു. ദൈവത്തിൻ്റെ നീതിയെ വില കുറച്ച് കാണുന്നു. 4-ാമത്തെ പ്രതിഷേധം, നീ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്, തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുകയാണ്. 7-ാമത്തെ വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം: എൻ്റെ ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിന്? കാരണം ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ, ഞാൻ കള്ളം പറഞ്ഞതോടുകൂടി ദൈവത്തിൻ്റെ സത്യം ദൈവത്തിൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി. ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ മഹത്വം കുറേ കൂടി പ്രകാശപൂർണമായത്. അങ്ങനെയാണെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്ന എന്തിന്? ഇപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഞാൻ കൂടുതൽ സഹായം ചെയ്തു, ദൈവം കൂടുതൽ മഹത്വപ്പെടാനായിട്ട് ഞാൻ ഇടവന്നു. അപ്പോൾ പൗലോസ് നീ ദൈവമഹത്വത്തെക്കുറിച്ച് നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാങ്കല്പിക പ്രതിയോഗി, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്ന് 4-ാം വാക്യത്തിൽ പൗലോസ് യഹൂദജനത്തെ അടച്ച് കുറ്റപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രതിയോഗി ഒരു വാദമുന്നയിക്കുകയാണ്. ഞങ്ങളുടെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വം കൂടുതൽ തെളിവായി. അപ്പോൾ പിന്നെ ഞങ്ങളെ എന്തിനാണ് പാപികൾ, യഹൂദന്മാരായ ഞങ്ങളെ എന്തിനാണ് പാപികളെന്ന് കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾ ചെയ്ത പ്രവൃത്തി നിമിത്തം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതല്ലേ ചെയ്തത്. വാസ്തവത്തിൽ യഹൂദൻ ഇതിലും കൂടുതൽ അറിവുള്ളവരാകേണ്ടതാണ്. അവരുടെ കുറവുകളെ, ബലഹീനതകളെ, പാപങ്ങളെ, മത്സരങ്ങളെ, അനുസരണക്കേടുകളെ പൂർണ്ണമായി അംഗീകരിച്ച് ദൈവമുമ്പിൽ മാനസാന്തരപ്പെടേണ്ടവരായിരുന്നു. അതിനു പകരം തെറ്റ് സമ്മതിക്കാതെ അവിടെ കിടന്നുകൊണ്ട് ന്യായീകരിക്കുകയാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. ഒരു വിധത്തിൽ കർത്താവ് യേശുവിനെ തള്ളിക്കളഞ്ഞതിനെ ദൈവദൂഷണപരമായ ന്യായങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ലോകരക്ഷകനായി ദൈവം അവരുടെ മഷിക അയച്ചതും ആ മഷിക തള്ളിക്കളഞ്ഞതും ക്രൂശിച്ചതുമായ അവരുടെ മാരകമായ പാപം അത് അംഗീകരിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന വിഫലമായ ശ്രമം നമുക്കിവിടെ കാണാം. എല്ലാ മനുഷ്യരും പലപ്പോഴും ചെയ്തു കൂട്ടുന്നതാണ്. ചെയ്ത പാപം, സംഭവിച്ച പാപം സമ്മതിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന ശ്രമം. ഈ ന്യായീകരിക്കാൻ ശ്രമം നടത്തും തോറും പാപത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, രക്ഷ പ്രാപിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും, വളരെ പ്രയാസമായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നത്, ഞങ്ങളെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഞങ്ങളെന്തിനാണ് പാപികളായി എന്ന് വിളിക്കുന്നത്? സത്യം ഞങ്ങൾ നിഷേധിച്ചു, നീതിയെ ഞങ്ങൾ തടുത്തു. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കാൻ ഇടവന്നതല്ലേ? ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കാൻ ഇടവന്നത്? അപ്പം ന്യായമായി അവർ പറയുന്ന, പൗലോസേ നീ പറയുന്നത് പോലെയല്ല, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പൗലോസിൻ്റെ പ്രസ്താവനകൾ പോലും അവർ തെറ്റിദ്ധരിച്ചു. പൗലോസ് പറയുന്ന പ്രസ്താവനകൾ, സുവിശേഷത്തെക്കുറിച്ച് അവർ തെറ്റിദ്ധരിച്ചു. ഇനി പൗലോസ് എങ്ങനെ മറുപടി പറയുന്നത്? 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നല്ലത് വരേണ്ടതിനെ തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഈ തരത്തിൽ പൗലോസ് പറയുന്നു എന്നാണ് വിചാരിച്ചത്. പൗലോസിൻ്റെ വാദം, പൗലോസിൻ്റെ പ്രസംഗം, പൗലോസിൻ്റെ പ്രസ്താവനകളെല്ലാം ഈ അർത്ഥത്തോടു കൂടിയാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. നല്ലത് വരേണ്ടതിന് തെറ്റ് ചെയ്താൽ പോരെ? തെറ്റ് ചെയ്തുകൊണ്ടല്ലേ നല്ലത് ഉണ്ടായത്? അപ്പം നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? പൗലോസ് പറയുന്നു, ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ച് പറയുന്നുവല്ലോ. പൗലോസ് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചു. പൗലോസിൻ്റെ പ്രസ്താവനകൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ അങ്ങനെയാണ്, അപ്പോസ്തലന്മാരെ ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കൃപ കൂടുതൽ കിട്ടേണ്ടതിന് കൂടുതൽ പാപം ചെയ്താൽ മതി എന്ന ധാരണ പോലെ നമ്മൾ പിന്നീട് നോക്കാം. അപ്പോൾ പൗലോസിൻ്റെ അടിസ്ഥാന പ്രതികരണം, കാരണം അത് 5-7 വാക്യങ്ങളിൽ പൗലോസ് അവരോട് പറഞ്ഞതിനോടുള്ള പ്രതികരണമാണ്. കാരണം
നല്ലത് വരേണ്ടതിന് തിന്മ ചെയ്യണം. ഇതാണ് അവർ ചിന്തിച്ചു വെച്ചത്. പൗലോസ് അങ്ങനെ പറയുന്നുവെന്ന്. നന്മ വരേണ്ടതിന് തിന്മ ചെയ്യുകയെന്നോ? അപ്പം അത് ഒരു വാസ്തവത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. തിന്മ ചെയ്താൽ നന്മ വരും. തിന്മ ഒരിക്കലും നന്മയല്ല. പാപം ഒരിക്കലും പ്രശംസനീയമല്ല. പാപം ഒരിക്കലും അഭിനന്ദനം അർഹിക്കുന്നില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണോ? പക്ഷെ എല്ലാവരും ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇത് പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. നന്മ വരേണ്ടതിന് അല്പം കളവ്, അല്പം തിന്മ. എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും ഇത് പിന്തുടരുന്നുണ്ട്. ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലായിരിക്കാം. അവർ ചെയ്യുന്ന പ്രവൃത്തി ഇത് തിന്മയാണ്, കള്ളമാണ്, തെറ്റാണെന്ന് അവർ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ അടിയിലുള്ള തത്വചിന്ത ഇതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിയിലുള്ള പിന്നിലുള്ള ചിന്ത ഇതാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സ്കൂളിൽ ബിൽഡിംഗ് കെട്ടണം. ബിൽഡിംഗ് കെടുത്താൻ സ്കൂളിൽ വലിയ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് പല ചൂതുകളിയുടെ പല കേന്ദ്രങ്ങളും നടത്തുന്നതായിരിക്കാം. കുട്ടികളെ കൊണ്ട് ചൂത് കളിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള ചൂതുകളിയുടെ പല പുതിയ ആധുനികമായ ചൂതുകളിയുടെ വിവിധ സ്റ്റോളുകൾ ഉണ്ടാക്കി അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. ലോട്ടറി ടിക്കറ്റ്, ഭാഗ്യ ടിക്കറ്റ്, അങ്ങനെയുള്ള പലതിലൂടെ ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു വലിയ ധനം സമാഹരിക്കുകയാണ്. ഒരു നല്ലൊരു കാര്യം. ഉപയോഗിക്കുന്ന മാർഗം തെറ്റാണ്. നാളെ ഭാവിയിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ ഇടവരും. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട, സർക്കാരിന് കൊടുക്കേണ്ട നികുതി വെട്ടിച്ച്, ആ നികുതി കുറച്ച് കാണിച്ച്, കൊടുക്കേണ്ട നികുതി വെട്ടിച്ചിട്ട് ആ പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കുന്നു. വീട് വെച്ച് കൊടുക്കുന്ന നന്മയെ ന്യായീകരിക്കുവാൻ തെറ്റായൊരു മാർഗം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ധനവാന്മാരുടെ വീട് കൊള്ളയടിച്ച് ആവശ്യക്കാർക്ക് വീതിച്ച് കൊടുക്കുന്നു. പിന്നിലൊരു ന്യായം ഇവർ പറയും. എന്താണ്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടിലിടാനല്ല, ഞങ്ങളുടെ പേരിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനല്ല, പാവപ്പെട്ട അനേക കുടുംബങ്ങളെ സഹായിക്കാനാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ, വസ്ത്രം വാങ്ങാൻ, വീട് പണിയാൻ, ആഹാരം കൊടുക്കാൻ, ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നു. ധനവാന്മാരെ കൊള്ളയടിക്കുന്നു, നികുതി വെട്ടിക്കുന്നു, ചൂതുകളി സംഘടിപ്പിക്കുന്നു, അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ ലക്ഷ്യം നല്ലതാണ്. ലക്ഷ്യം നല്ലതായതുകൊണ്ട് ഈ മാർഗം ശ്രദ്ധിക്കണ്ട. ഇതാണ് എല്ലായിടത്തും കാണുന്ന ചിന്താഗതി. ഇപ്പോൾ മോഷ്ടിച്ചു കൊണ്ട് പൈസ കൊണ്ട് വന്നിട്ട് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. പല വീടുകളിൽ നിൽക്കുന്ന പൂക്കൾ പറിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ കൊടുക്കാനാണ്. പക്ഷെ പല വീടുകളിൽ അവിടെ അനുവാദമില്ലാത്ത പൂക്കൾ മോഷ്ടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നതുപോലെ ലക്ഷ്യം നല്ലതെന്ന് പറഞ്ഞാൽ മാർഗം ന്യായീകരിക്കപ്പെടില്ല. അത് വളരെ പുരാതനമായൊരു ചിന്താഗതിയാണ്. ഈ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും. അനേകം ആൾക്കത് വിശ്വസിക്കുന്നു, അറിഞ്ഞോ അറിയത് ചെയ്യുന്നു. പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കുന്നു, കള്ളത്തരം കാണിക്കുന്നു. ഉടനെ പരീക്ഷ പാസ്സായി എനിക്ക് ബിരുദം കിട്ടും. ബിരുദം കിട്ടുമെന്ന ലക്ഷ്യത്തിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിക്കുന്നു. ഓഫീസിൽ ചെയ്ത് തെറ്റ് പിടിക്കാതിരിക്കാൻ ആ ചെയ്ത് വേറൊരാളുടെ തലയെ കെട്ടിവെക്കുന്നു, തൻ്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ. ജോലി നഷ്ടപ്പെടില്ല എന്നുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഒരു തെറ്റായ കാര്യം ചെയ്തു കൂട്ടുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഈ ചിന്താഗതിയാണ്. ചില മനുഷ്യർ കർത്താവിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ലോകത്തിൽ പല മതവിഭാഗങ്ങളിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന പല മതവിഭാഗങ്ങളുണ്ടായിരുന്നവരാണ്. ക്രിസ്തുവിലേക്ക് കടന്നു വന്നതിന് ശേഷവും പേരുകൾ മാറ്റിയിട്ടും ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ, അഡ്മിഷന് പോകുമ്പോൾ ഈ പേര് മാറ്റില്ല. ആനുകൂല്യങ്ങൾ കിട്ടണം. സർക്കാരിന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഇപ്പോഴും പഴയ വിഭാഗത്തിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം മറച്ചു വയ്ക്കും. ദൈവത്തിന് മാത്രമറിയാം ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ തരത്തിലുള്ള തിന്മ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഈ ദുരുപദേശം, ഈ തത്വചിന്ത, അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. കിട്ടുന്ന ലക്ഷ്യം, നേടാൻ പോകുന്ന ലക്ഷ്യം നോക്കിയാൽ മതി. എങ്ങനെ നേടി, എങ്ങനെ ഇവിടെ എത്തി എന്ന് അന്വേഷിക്കേണ്ട. ഇതാണ് ഇന്ന് അനേകർ ചെയ്യുന്നത്. പൗലോസ് അവിടെ 8-ാമത്തെ വാക്യത്തിൽ ചിലർ ഞങ്ങളെക്കുറിച്ച് ദുഷിച്ച് പറയുന്ന ഈ വിഷയത്തെ പറഞ്ഞു. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുത്. ഞങ്ങളങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നു. ചിലർ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്.
പൗലോസ് പറഞ്ഞ വാക്കുകളെ ദുരുപയോഗിച്ചു, തെറ്റായി ചിന്തിച്ചു, ന്യായീകരിച്ചു, ചിത്രീകരിച്ചു. ഉദാഹരണത്തിന് 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഒരുപക്ഷെ ആ വിഷയമായിരിക്കും ഇവിടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന പൗലോസിന്. കാരണം 5:20 പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എന്താ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ അധികം കൃപ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അധികം പാപം ചെയ്താൽ മതി. ഈ ഒരു ധാരണ, ഈ ഒരു ചിന്താഗതി പൗലോസിനെ വിമർശിക്കുന്നവർ കണ്ടുപിടിച്ച പൗലോസിൻ്റെ തെറ്റായ ആശയമെന്നവർ പറഞ്ഞു. പൗലോസ് പറഞ്ഞു എന്ത് തെറ്റാണ്, കൂടുതൽ കൃപ കിട്ടാൻ കൂടുതൽ പാപം ചെയ്യുക. അപ്പോൾ പൗലോസ് പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ലത് കിട്ടാൻ വേണ്ടി തിന്മ എന്ന മാർഗ്ഗം ഉപയോഗിക്കാം, കുഴപ്പമില്ല, നല്ലത് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. 2 പത്രോസ് 3:16. എല്ലാവർക്കും മനസ്സിലാകില്ല. ഇതിനെ വായിച്ച ഉടനെ അതിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലാകില്ല. ഇതിന് മറുപടി പൗലോസ് പറയും. 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കൃപയെക്കുറിച്ചുള്ള വിഷയത്തിന് 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പൗലോസിൻ്റെ മറുപടി 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അധ്യായങ്ങൾ ബൈബിളിൽ നമ്മുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപം ചെയ്യാൻ ദൈവം വചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നന്മ കിട്ടാൻ വേണ്ടി പാപം ചെയ്യണമെന്ന് ഒരിക്കലും എത്ര അസംബന്ധമാണ് ആ ചിന്ത പോലും. അതുകൊണ്ടാണ് ഒരു നാളും അരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ പൗലോസിൻ്റെ ചിന്താഗതി നന്മ കിട്ടാൻ വേണ്ടി തിന്മ ചെയ്യണമെന്നല്ല. ഇതിനെ ശരിക്ക് പ്രതിഷേധിക്കേണ്ട കാര്യം പോലുമില്ല പൗലോസിന്. ഇത് വക്രത നിറഞ്ഞ ഒരു വ്യാഖ്യാനമാണ്. വക്രതയും ദുഷ്ടതയും നിറഞ്ഞൊരു ചിന്താഗതിയാണ്. നന്മയുണ്ടാകാൻ തിന്മ ചെയ്താൽ മതി, കിട്ടാൻ പോകുന്ന നന്മയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, അതെങ്ങനെ കിട്ടിയെന്ന് അന്വേഷിക്കേണ്ട എന്ന വാദഗതിയിൽ വക്രത നിറഞ്ഞതാണ്. അതുകൊണ്ട് പൗലോസിനെ വളരെ വിശദമായിട്ടൊന്നും എതിർക്കേണ്ട കാര്യമില്ല. ഒറ്റ വാക്യത്തിൽ പൗലോസ് മറുപടി പറഞ്ഞു, എന്താണ് ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഇങ്ങനെ തനിക്കെതിരെ ദൈവത്തിനെ സംസാരിക്കുന്നതിനെ ദുർവ്യാഖ്യാനിച്ച് ദുരുപയോഗിച്ച് തെറ്റായ തരത്തിലെ ചിത്രീകരിക്കുന്നവർക്കെതിരെ വരുന്ന ശിക്ഷാവിധി ന്യായമായതാണ്. അപ്പോൾ ദൈവനെ ശരിയായ രീതി മനസ്സിലാക്കണം. ന്യായമായ വിധിയാണ് അവർക്ക് നേരെ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് ഇവിടെ പൗലോസ് സംസാരിച്ചത്? പൗലോസ് സംസാരിച്ച വിഷയത്തെ തെറ്റിദ്ധരിച്ചു. കാരണം പൗലോസ് ദൈവമഹത്വത്തിന് വേണ്ടി വ്യാജം പറയുക, തിന്മ ചെയ്യുക, ദൈവത്തിന് കൂടുതൽ മഹത്വം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു. കാരണം അതാണ് അതിൻ്റെ 7-ാം വാക്യത്തിൽ, എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി, എൻ്റെ ഫോഷ്ക്ക്, എൻ്റെ കള്ളം ദൈവത്തിൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി, ദൈവത്തിൻ്റെ മഹത്വം അധികം വെളിവാകുവാനായിട്ട് കള്ളം കാരണമായി, എൻ്റെ അനീതി കൊണ്ട് ദൈവനീതി പ്രസിദ്ധമായി. ഞാൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നന്മ ലോകത്തിന് കൂടുതൽ വെളിപ്പെട്ടു. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തതിനെ ദൈവത്തിന് ശിക്ഷിക്കാൻ പറ്റുമോ? പൗലോസ് നേരത്തെ പറഞ്ഞ വാദഗതിയുടെ തുടർച്ച തന്നെയാണ്. എൻ്റെ വ്യാജം, എൻ്റെ തിന്മ ദൈവത്തിൻ്റെ സത്യത്തെ വെളിച്ചത്താക്കി, എൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രകാശപൂർണ്ണമാക്കി, ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ വിപുലമായി. അപ്പോൾ ദൈവം സന്തോഷിക്കുകയല്ലേ ചെയ്തത്? ദൈവം എന്നോട് നന്ദി കാണിക്കണ്ടേ? ഞാൻ തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, പക്ഷേ ദൈവം അതുകൊണ്ട് കൂടുതൽ മഹത്വപ്പെട്ടില്ലേ? അപ്പോൾ ദൈവം എന്നോട് തിരിച്ചൊരു നന്ദി കാണിക്കണ്ടേ? എന്നെ പാപി എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ ദൈവത്തെ സേവിക്കുകയല്ലേ ചെയ്തത്? ഇത് പൗലോസ് പഠിപ്പിക്കുന്നു എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചത്. അപ്പോൾ പൗലോസ് 2 ചോദ്യം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പാപി എന്ന നിലയിൽ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? പാപി എന്ന നിലയിൽ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം പാപങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുകയാണെങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കാമോ? ഇനി പാപം ദൈവത്തിന് അനുകൂലമായി മാറുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം നിമിത്തം ദൈവത്തിന് കൂടുതൽ നന്മ വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ പ്രകാശമാണ് ആകാൻ ഇടവരുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആരെങ്കിലും പാപി എന്ന് വിളിക്കാൻ പറ്റുമോ? പാപം എന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടോ? കാരണം എൻ്റെ പാപം ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കുന്നെങ്കിൽ അതൊരു പാപമാണോ? ഇപ്പോൾ പാപമെന്ന ദൈവശാസ്ത്രം പോലും തകർക്കപ്പെടുകയാണ്. തുടർന്ന് പൗലോസ് ചോദിച്ച മറ്റൊരു പ്രശ്നം, നന്മ വരേണ്ടതിന് തിന്മ ചെയ്യുകയെന്നോ? കാരണം തിന്മ പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവം, എൻ്റെ ദുഷ്ടത നിറഞ്ഞ സ്വഭാവം നല്ല പ്രതിഫലം കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് കൂടുതൽ മഹത്വം കിട്ടുന്നു, ദൈവത്തിൻ്റെ തേജസ്സിന് സഹായകരമാകുന്നു. അപ്പം കൂടുതൽ തിന്മ ചെയ്യുന്നല്ലേ വേണ്ടത്? ഇപ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടില്ലേ? കാരണം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. എൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം മഹത്വപ്പെടണം. ഞാൻ ഉപയോഗിക്കുന്ന മാർഗം തിന്മ, വ്യാജം, കള്ളം, അനീതി, അനുസരണക്കേട്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം ലോകം അറിയുന്നു, എൻ്റെ പാപം.
അപ്പോൾ ദൈവത്തിന് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തെ ഞാൻ സഹായിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ദുഷ്ടരാകുമോ അത്രയും നല്ലത്. നമ്മളെത്ര നീതികെട്ടവരാണോ അത്രയും ദൈവത്തിൻ്റെ സ്വഭാവം, കരുണ വ്യക്തമായി ലോകത്തിന് കാണാൻ പറ്റും. ഈ ഒരു നിലപാട്, ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ചിന്താഗതിയാണ് യഹൂദന്മാർ അവതരിപ്പിച്ചത്. കാരണം അവർക്ക് ന്യായീകരിക്കണം. കർത്താവിനെ തള്ളിക്കളഞ്ഞതും ദൈവത്തെ അനുസരിക്കാത്തതും സുവിശേഷത്തിന് കീഴ്പ്പെടാത്തതുമായ സ്വഭാവത്തെ ന്യായീകരിക്കണം. ഇതിനു വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമമാണിത്. പൗലോസ് ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ പോലും പോയില്ല. കാരണം ഇത് വക്രത നിറഞ്ഞ ന്യായമാണ്, വക്രത നിറഞ്ഞ നിലപാടാണെന്ന് വ്യക്തമാണ്. വക്രത നിറഞ്ഞ നിലപാടിനെതിരെ അധികം പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പൗലോസ് ഒറ്റ സെന്റൻസിൽ പറഞ്ഞു, അവർക്ക് വരുന്ന ന്യായവിധി, ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഇത് ചുരുക്കമായി പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധി ന്യായമായി തന്നെയാണ്. കാരണം ഒരു നന്മയും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകില്ല. നന്മയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഒരു നന്മയും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ, തിന്മയുടെ മാർഗത്തിലൂടെ നന്മ ഉണ്ടാകില്ല. തിന്മ ഒരിക്കലും ദൈവമഹത്വത്തെ സഹായിക്കില്ല. തിന്മയുടെ മാർഗം ദൈവമഹത്വത്തെ സഹായിക്കില്ല. അനന്യാസ് സഫീറ നമ്മുടെ മുമ്പിൽ സഭയുടെ ആദ്യത്തെ തെളിവാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തിനെ നൽകിയപ്പോൾ അവർ ഉപയോഗിച്ച മാർഗം വ്യാജമായിരുന്നു. അവരവിടെ വീണ് മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുകയും അതിനെ വിപുലീകരിക്കുക മാത്രമല്ല, അതിൻ്റെ സത്യത്തിന് വേണ്ടി പോരാടുക കൂടെ ചെയ്തു. അതിനെ എതിർത്തു. അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, തെറ്റായി ചിത്രീകരിക്കുന്ന, തെറ്റായി വ്യാഖ്യാനിക്കുന്ന അവസ്ഥകളെയും പൗലോസ് വെറുതെ നോക്കിക്കൊണ്ട് നിന്നില്ല. തൻ്റെ പ്രസ്താവനകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിൽ പൗലോസ് ശക്തമായിട്ടാണ് ഇടപെട്ടത്. സീരിയസ് ആയിട്ടാണ്, ഗൗരവമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ എടുത്തത്. കാരണം ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ദൈവമഹത്വം കിട്ടാൻ വേണ്ടി മനുഷ്യർ എത്ര തിന്മ ചെയ്താലും തെറ്റ് ചെയ്താലും സാരമില്ലെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വഭാവം അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗലോസ് അനുവദിക്കില്ല. പൗലോസ് ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി അത് നിലനിൽക്കുന്ന മൂല്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത, തൻ്റെ വചനത്തോട്, തൻ്റെ വാഗ്ദാനങ്ങളോട് ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ നീതിമാൻ എന്ന അവസ്ഥയിൽ ഒരു ന്യായാധിപനാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ മഹത്വം നന്മയിലൂടെ മാത്രം, സത്യത്തിലൂടെ മാത്രം, ഒരിക്കലും ഭോഷ്കും തിന്മയിലൂടെയല്ല ദൈവത്തിൻ്റെ മഹത്വം. നാമും ദൈവവചനത്തിന് വിരോധമായി, സത്യത്തിന് വിരോധമായി മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. ഈ ലോകത്തിൻ്റെ ഈ ചിന്താഗതി, ലക്ഷ്യം, മാർഗത്തെ സാധൂകരിക്കുന്നു. ദൈവമുമ്പിൽ ശരിയല്ല. ആരെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കയിലിടാൻ, ധർമ്മശേഖരമായിട്ട് കർത്തൃ ദിവസം കൊണ്ടുവന്നിടാൻ ദൈവം അനുവദിക്കില്ല. ആ വ്യക്തി അനുഗ്രഹിക്കില്ല. കാരണം ഉപയോഗിച്ച മാർഗം, ആ ധനമുണ്ടാക്കിയ മാർഗം ആരെങ്കിലും വഞ്ചിച്ചോ കവർന്നോ പിടിച്ചു പറിച്ചിട്ടോ നികുതി വെട്ടിച്ചിട്ടോ ആ പണം കൊണ്ടുവന്ന് ധർമ്മശേഖരത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും അതിലൂടെ ഒരു നന്മയും ആ വ്യക്തി കൊടുക്കില്ല. ആ വ്യക്തി ശിക്ഷിക്കപ്പെടും. കാരണം ദൈവ സ്വഭാവത്തെ അപമാനിച്ച്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിന് മറുപടിയായിട്ട് പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നാളെ പറയാം. ഇപ്പോൾ ഈ വേദഭാഗം ചുരുക്കമാണ്, പക്ഷേ അതിലടങ്ങുന്ന പ്രസ്താവനകൾ വളരെ ആഴമായി നമ്മെ സ്പർശിക്കുന്നവയാണ്. ഇവയൊക്കെ നമുക്ക് നാളെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ മറക്കരുത്, ദൈവവചനം ശക്തമാണ്. നമുക്ക് കാണിച്ചു തരികയാണ് പലതും. നമ്മൾ പലപ്പോഴും പലതും ന്യായീകരിക്കുന്നു. ആരറിയാൻ? ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ, പല ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ, യഥാർത്ഥ അവസ്ഥ മറച്ചു വെച്ച് നാം നേടുമ്പോൾ അത് നേട്ടമല്ല. നമ്മുടെ സ്വഭാവത്തെ അത് ബാധിക്കും. നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും. ഇതിൻ്റെ സത്യം നമ്മുടെ കയ്യിൽ സുരക്ഷിതമാകില്ല. നമ്മൾ സത്യത്തെ മറച്ചു പിടിച്ച് പിന്നെ ആ വ്യക്തിക്ക് ദൈവികമായ പ്രകാശം, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം പാപം വാതുക്കെ കിടക്കുകയാണ്. അത് ഉള്ളിടത്തോളം നമുക്ക് ആ പ്രകാശം കിട്ടില്ല. അതുകൊണ്ട് അത് നമ്മളെപ്പോഴും നേരായ നീതിയുള്ള മാർഗത്തിൽ നടക്കണം. അതുകൊണ്ടാണ് പൗലോസ് 51-ാം സങ്കീർത്തനം 4 പറഞ്ഞത്, നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും. ദൈവം നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം വെളിപ്പെടും. ഇതെല്ലാം തുറന്നു കാണിക്കും. അന്നേരം ലജ്ജിക്കുന്നതിന് പകരം
ഇപ്പോൾ തന്നെ നാം കറക്റ്റ് ചെയ്താൽ, നേരെയാക്കിയാൽ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്താതിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം. താങ്ക് യു.